ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇതെല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് യേശുമ്പരാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നത്, ആ ദൈവരാജ്യത്തിലാകാൻ. അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഈ പറഞ്ഞ എല്ലാം അതിൻ്റെ പുറകെ ഉണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ദൈവജനായി മാറും. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. യാക്കോബ് 3:13 പറയാ, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? ഞാൻ നല്ലതാണ്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്ന ദൈവം ചോദിക്കുക, നിങ്ങൾ ആരാണ് ജ്ഞാനിയും വിവേകിയുമായ? അവൻ ജ്ഞാനത്തിൻ്റെ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ സൗമ്യതയുള്ളവനാണ്. അപ്പോൾ അത് ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി ഞാൻ എന്നെ ഓർക്കുക ഇതൊക്കെ യേശു. അപ്പോൾ എനിക്കിങ്ങനെ ഈ അബ്ദുൽ കലാമിൻ്റെ കുറേ ഞാൻ വായിച്ചു. ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ രാജ്ഭവനായിട്ട് ചെന്നപ്പോൾ ഷൂസ് തുടയ്ക്കുന്ന ആളോട് നിങ്ങളെ പിരിച്ചു വിട്ടേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ സങ്കടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാളെ പൂന്തോട്ടക്കാരനല്ല, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാനാട്ടോ പിരിച്ചു വിട്ടേ. എൻ്റെ ഷൂ ഞാൻ തന്നെ തുടച്ചോളാം. അത് കഴിഞ്ഞ് തിരിച്ച് എല്ലാം രാഷ്ട്രപതി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് പോരാൻ നേരത്ത് അയാളെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ സൂട്ട് കേസ് ഒന്ന് കഴുകി തന്നേരെന്ന് പറഞ്ഞു. എന്തിനാന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ ഒരു പൊടി പോലും ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കണില്ല. എന്നാ അല്ലേ, അപ്പോൾ അത് യേശുബ്രാൻ്റെ അതേ സ്വഭാവം പോലെയൊക്കെ അല്ല, ഇങ്ങനെയൊക്കെ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കണേ. അത് കാരണം അബ്ദുൽ കലാമൊക്കെ മഹാത്മാഗാന്ധിയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടും അവർ ജീവിക്കുന്നു ഇപ്പോഴും ഭൂമിയിൽ, അവരുടെ പ്രവർത്തികൾ ജീവിക്കുന്നു. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മളെപ്പറ്റി ആരേലും അല്ല നമ്മുടെ പ്രവർത്തികൾ നമ്മൾ ഇവിടെ ജീവിക്കുകയും ചെയ്യും, ക്രിസ്തു യേശുവിലും ജീവിക്കും. ഇങ്ങനെ നന്മ ചെയ്യുന്നവൻ അങ്ങനെ ഒരു ഗുണമുണ്ട്, അവന് യേശു ക്രിസ്തുവിൽ നിത്യജീവനം കിട്ടും. അപ്പം നമുക്കും ഇങ്ങനെയൊക്കെ വേണ്ടേ? അതോ മരിച്ചു കഴിയുമ്പോൾ മരിച്ചത് നന്നായി എന്ന് പറയണോ? അപ്പം നമ്മൾ നേടിയത് ഒരു മുട്ടുസൂചി പോലും കൊണ്ടാകാനും പറ്റൂല. അപ്പോൾ യേശുവിനെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവരാകാം. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. സിൽക്ക് സാരിയിൽ ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ. അത് ഈ കച്ച് വർക്ക് പോലത്തെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ, നോക്കി എന്ത് രസമാണെന്ന് നോക്കി. എത്ര ഇത് വലിയ വിലയില്ല കേട്ടോ, 2599. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. ബ്ലൗസ് പീസിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെയുണ്ട്. ഇത് നിങ്ങൾ ഓർക്കണ്ട, പണ്ട് ഇങ്ങനെ കച്ച് വർക്കിൻ്റെ ഇങ്ങനെ ഉള്ളിൽ ബ്ലൗസിൻ്റെ ഉള്ളിൽ ഡോട്ടും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ സാരിയുടെ ഉള്ളിലും ഉണ്ട് ഇങ്ങനെ വർക്കുകൾ. അപ്പോൾ ഈ വർക്കിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് പണ്ടുണ്ടായിരുന്ന, അപ്പോൾ പിന്നെ അത് ഈ പണ്ട് ഒത്തിരി സൂപ്പർ ഹിറ്റായ സംഭവങ്ങളെ, ഇപ്പോൾ സിനിമ അങ്ങനെ വന്നില്ലേ, സൂപ്പർ ഹിറ്റായ സിനിമകളൊക്കെ പിന്നെ പുറത്തോട്ട് വന്ന പോലെ സാരിയൊക്കെ പൊടി തട്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് പുതിയതാക്കണതാണ്. ആ സാരി അല്ല കേട്ടോ, സ്റ്റഫിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നല്ല സിൽക്ക്, സെമി സിൽക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് കിട്ടുമോ. നല്ല സോഫ്റ്റ് തുണി, നല്ല രസക്കാരം, ഒന്നുമില്ലാത്ത തുണി, നല്ലതാണ്, വില കുറവുമാണ്. ഇത്രയും വർക്കുള്ള സാരിക്ക് 2599 രൂപയുള്ളൂ. ഒരു ഇങ്ങനെ ടാസിൽസൊക്കെ പിടിപ്പിച്ച് വർക്കെല്ലാം ചെയ്ത് സൂപ്പർ സംഭവം. അതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട 2 കളറായിട്ട് എടുത്തുള്ളൂ, ഒത്തിരി കളർ എടുത്തില്ല. എനിക്കിഷ്ടപ്പെട്ട വർക്കും കളറും നോക്കി 2 എടുത്തുള്ളൂ. അടിപൊളിയല്ലേ, നല്ല ഫങ്ഷനും പോകാം. തിളക്കോ അങ്ങനെ ഇല്ലാത്തവർക്കും ലളിതമായിട്ട് ഹാൻഡ് വർക്കുകാർ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് സൂപ്പർ സംഭവമാണ്. ഹാൻഡ് വർക്കിൻ്റെ സാരിയൊക്കെ ആ വിലയ്ക്ക് എന്ത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരിയാണ്, കലങ്കാരി സാരി, ഒറിജിനൽ കലങ്കാരി, സോഫ്റ്റ് ആട്ടോ. ഇനി ഈ വേനക്ക് ഈ ലിനൻ സാരി കൊടുക്കണ പോലെയാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഗ്രാൻഡ് ലുക്കാട്ടോ. കലങ്കാരി സാരി, കോട്ടൺ ലിനൻ സാരി, ഇതൊക്കെ ക്രോഷ്യോ സാരി, ഇതിനൊക്കെ ഒരു ഭയങ്കര ഒരു ലുക്കാണ്. ഇത് ഒട്ടും കനയില്ല കേട്ടോ, നെള്ളും അടിക്കില്ല, കനവും ഇല്ല.
വിലയും കുറവ് 1499 രൂപയുള്ളൂ. ബ്ലൗസ് പീസ് ഇത് ബ്ലൗസ് പീസ് ഇത് 1499. നല്ല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല സുഖാട്ടോ, നല്ല സുഖമുള്ളത്. നല്ല സാരി, അടിപൊളി സാരിയാണ്. കലങ്കാരി സാരിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒന്നും ഫാഷൻ ഔട്ടാകുകയില്ല. ബ്ലൗസ് പീസ് നമുക്ക് വേറെ സാരിക്കൊക്കെ കൊടുക്കാം. ബ്ലൗസ് പീസ് അടിപൊളിയാണ്. കൂളിങ്ങും ലിനൻ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു സൂപ്പർ എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി കേട്ടോ. ഇത് വീഡിയോ ഇടുന്നതിന് മുമ്പ് ആൾക്കാർ പറക്കിക്കൊണ്ടുപോയി. ഇതിങ്ങനെയാ ബനാറസ് അല്ല, സോഫ്റ്റ് സിൽക്കിൻ്റെ ഉള്ളിൽ അപ്പടി മറക്കുള്ള സോഫ്റ്റ് കാഞ്ചീപുരം വലിയ ഭയങ്കര വിലയുടെ സാരിയില്ലേ, അതിൻ്റെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്ന കുറച്ച് നാളായിട്ട് എടുക്കണില്ലായിരുന്നു. അപ്പോഴും ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വില ഒത്തിരി താഴെ പോയി. 1199 ഉള്ളൂ. 1190. ഇതിൻ്റെ നമ്മൾ എന്ത് വിലയ്ക്കൊക്കെ കൊണ്ടുവന്നാൽ 1700 ഒക്കെ അല്ലേ, 2000 മുതൽ കൊണ്ടുവന്നാൽ. അപ്പോൾ 119. ഭയങ്കര സോഫ്റ്റും കേട്ടോ, ഭയങ്കര സോഫ്റ്റുമാണ്. കാഞ്ചീപുരത്തിൽ സുഖം, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഉടുക്കുമ്പോൾ ഉടുത്ത് കഴിഞ്ഞാൽ ഡിഫറൻസ്, രണ്ടോട് തമ്മിൽ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. കാഞ്ചീപുരമാണോ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അതാണ് ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാരികളുടെയൊക്കെ ഗുണം. എല്ലാം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തിരിച്ചറിയണ രീതിയിലല്ല, എല്ലാം ഗ്രാൻഡ് സംഭവമാണ്. സൂപ്പർ സഫയർ ഗ്രീൻ്റെ ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസുകൾ എന്താണ് നോക്കിയല്ലോ. ആ ബ്ലൗസ് പീസ് പ്ലെയിനും ആട്ടോ അല്ലേ, പ്ലെയിനാ. നല്ല നല്ല സാരി. 1199 ഉള്ളൂ. പെട്ടെന്ന് തീരും കേട്ടോ. നല്ല കളേഴ്സും ആട്ടോ. ഇതൊരു ബ്ലാക്ക് ആണോ ആഷാണോ? ആഷല്ലേ, ഡാർക്ക് ആഷ്. നല്ല ഗ്രാൻഡ് സാരി. ഒരു ആൻറ്റിക് ഇങ്ങനെ മാലയും കൂടെ ഇട്ട സൂപ്പർ ഒരു ഫങ്ഷനൊക്കെ. ഈ സാരി നമ്മൾ പണ്ട് ഒത്തിരി വിറ്റതാ, കുറേ കാലമായി എടുത്തിട്ട് നമുക്ക് ഒറ്റ പീസ് താഴെ കൊടുക്കാനില്ല. നല്ല സാരി. 899 രൂപയുള്ളൂ. പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസ്. ഇത് ഉടുക്കാൻ സുഖം. ഉടുത്ത് കണ്ട ഈ കളറിൻ്റെ ആണോ ആൾക്കാർക്ക് ഭയങ്കര ഗെറ്റപ്പാണ് കണ്ട. ഒരു കുഞ്ഞു പേളിൻ്റെ മാല ഇട്ട് ഈ സാരി കൊടുത്താ എന്താ സ്റ്റൈല്. 800 ഉള്ളൂ അല്ലേ, 899 ഉള്ളു. അപ്പടി എംബ്രോയ്ഡറി ഉണ്ട്. അതിൻ്റെ ഡിസൈൻ വ്യത്യാസം. ഇതൊത്തിരി ഭയങ്കര മിക്കവർക്കും അറിയാവുന്ന ഈ സാരി. ഭയങ്കര ഇല്ലാത്തവരൊക്കെ എടുത്തോട്ടെ, ഗ്രാൻഡ് സാരിയാണ്. അടിപൊളി. ഒന്നാമത് ഈ കളറാണ് അതിൻ്റെ ആ സ്റ്റാൻഡേർഡ്. കറക്റ്റ് ബേജ് കളർ. ഇതിനി നമ്മൾ ബാംബൂ സിൽക്കിൻ്റെ, ഞാൻ ബാംബൂ സിൽക്ക് മറ്റത് എടുക്കാറില്ല. ബഗൽപൂരി എടുക്കില്ല, പെട്ടെന്ന് ആവശ്യത പിടിക്കും. ബാംബു ആകുമ്പോൾ ഇതുപോലെ ഇരുന്നോളും. ബാംബൂ സിൽക്കാണ്. ഉള്ളപ്പടി നിറച്ച് സെൽഫ് ഇങ്ങനെ ഡിസൈനുണ്ട്. ഗ്രാൻഡ് സാരി ആട്ടോ. നമുക്കിവിടെ ബാംബൂ സിൽക്കിന് നല്ല ഡിമാൻഡാണ്. 1699. സെമി ടെസർ പോലെ തന്നെ ഇരിക്കും. ഇത് ഒറിജിനൽ ബാംബൂ സിൽക്കാണ്. നമ്മൾ 2800 ഒക്കെ ആയിരുന്നു ബാംബൂ സിൽക്ക് ആദ്യം എടുത്തപ്പോൾ. ഇത് ടെസർ എന്നും പറഞ്ഞിട്ട് അവർ തന്നെ. ഞാനിതിനെ ബാംബൂ സിൽക്കാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ പേരിട്ടതുള്ളൂ. അവർ ഇങ്ങനെ ടെസർ എന്നൊക്കെയാണ് പറയണേ, ബാംബൂ സിൽക്കിൻ്റെ. കാരണം ബാംബൂ സിൽക്ക് എന്ന് പറഞ്ഞ് വന്നത് ഇങ്ങനെ ഇത് തന്നെയായിരുന്നു. അടിപൊളി സംഭവം. നല്ല കളേഴ്സും നല്ല വർക്ക് കേട്ടോ. 1799.
1699 ഉള്ളു വില. നല്ല സാരിയാണ്, പ്രസൻറ്റ് കൊടുക്കാനും എല്ലാം ഉടുത്താലും ഭയങ്കര ഗെറ്റപ്പ്. ഈ പ്ലെയിൻ ഇങ്ങനെ സെൽഫ് പ്രിൻ്റ് ഉള്ളതൊന്നും ഒരു കാലത്ത് ഫാഷൻ പോകില്ല. കാരണം പ്ലെയിൻ സാരി, പ്ലെയിൻ കളേഴ്സ് അതൊക്കെ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പ്രിൻ്റഡ് അധികം എടുക്കാറില്ല. അപ്പോൾ ഇട്ടേക്കണ ചുരിദാറൊക്കെ റെയറാണ്. അധികം എനിക്ക് പ്രിൻ്റഡ് കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. അപ്പടിയും തന്നെ പ്ലെയിൻ അല്ലേ. ഞാൻ പ്ലെയിൻ കളറിൻ്റെ ആരാധികയാണ്. നല്ല നല്ല അടിപൊളി സാരി കളേഴ്സ്. എന്ത് രസമല്ലേ. ഇതിൻ്റെ തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ എന്ത് രസമുള്ള കളേഴ്സാണ്. ഞാൻ പറക്കി കളറൊക്കെ തിരഞ്ഞെടുക്കണേ കേട്ടോ. പിന്നെ പോണ കളേഴ്സ് മാത്രമേ എടുക്കാറുള്ളൂ. എല്ലാ ഡ്രസ്സുകളും അതെ പറക്കി കൊണ്ടുപോകണം. ഇത് ലിനൻ സാരി ആട്ടോ. എത്രയാ? 1199 രൂപ. ലിനൻ സാരികളാണ്. ബ്ലൗസ് പീസ് ഇതിൻ്റെ വേറെ ഒരു മോഡൽ ബ്ലൗസ് പീസ്. ഇത് നല്ല സുഖം കേട്ടോ. അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു കൂളിങ്ങാണ്. 1199 അല്ലേ? അജ്രക് പ്രിൻ്റിൽ അജ്രക് പ്രിൻ്റ് ലിനൻ സാരിയിൽ അജ്രക് പ്രിൻ്റിൽ 1199. ഈ അജ്രക് പ്രിൻ്റാണ് അതിൻ്റെ ഹൈലൈറ്റ്. മെറൂൺ 1199 ഉള്ളൂ. സൂപ്പർ സംഭവമാണ്, അടിപൊളി. ഇത് ബ്ലാക്ക്. ബ്ലാക്ക് അല്ലേ? നല്ല നല്ല സൂപ്പർ സംഭവമാണ്. ഒന്നാമത് അജ്രക് പ്രിൻ്റ്. അതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചല്ലോ. ഞാൻ കാണിക്കണേന്ന് നോക്കി തന്നെ ഒരു വശത്ത് വിളിച്ചൊരു വരി ബ്ലൗസ് പീസ്. ഇതേ അതെ, സമ്മാനത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാൻ നിങ്ങൾ ഓർപ്പിക്കാതെ എന്ത് ചെയ്യും. അതെ, പെട്ടെന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാത്തിൽ നിന്നും ആളെ സമ്മാനം എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് വെബ്സൈറ്റിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവർക്കുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവർക്കുണ്ട്. എല്ലാവർക്കും അല്ല, സമ്മാനാർഹർക്ക് 1000 രൂപയുടെ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ പാകത്തിന് മാസാവസാനം നറുക്കെടുത്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ കുറേ നാളായിട്ട് ഇല്ലായിരുന്നു. എല്ലാവരും ഒത്തിരി ഓഫർ ഇട്ട് കളിക്കുന്ന, പിന്നെ അവരുടെ ഓഫർ ഒന്ന് കുറയട്ടെ, എന്നിട്ട് നമ്മുടെ ഓഫർ തുടങ്ങാമെന്ന് ഓർത്തു. ഇതേ നല്ല നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടല്ലേ? ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ബേബി സിൽക്കിൽ കാന്താ വർക്കിൻ്റെ സാരിയാണ്. ഇതിങ്ങനെ സ്റ്റാർച്ച് ചെയ്തിട്ടാട്ടോ. ഇതിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആകും. അപ്പോൾ ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ നോക്കിയാൽ മതി. 1199 അടിപൊളി. ഫുൾ ഇങ്ങനെ വർക്കാട്ടോ. മുന്താണി ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്കാണെന്ന് ചിന്തിക്കണേ. കുറേ നാളെ ഇതിൻ്റെ കളേഴ്സ് ഇറക്കിയിട്ട്. ഇതേ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ടെസർ, ഒറിജിനൽ ടെസറിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അവരുണ്ടാക്കണതാണ്. അപ്പോൾ ഇത്രയാണ് വിലയുള്ളൂ. പെട്ടെന്ന് എടുത്തു. നല്ല കളേഴ്സ്. എനിക്ക് വേണം നമ്മുടെ ഓൺലൈനിൽ ആദ്യത്തെ വീഡിയോയിൽ ഒരെണ്ണം ഇതായിരുന്നു. അതിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം എനിക്ക് തോന്നണം വിറ്റുകൊണ്ടിരുന്നത്. എൻ്റെ ദൈവമേ, കാനഡയ്ക്കൊക്കെ ഞങ്ങൾ 10-50 പീസ് ഇങ്ങനത്തെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. കാനഡയ്ക്കൊക്കെ നേരെ അയച്ചു കൊടുക്കണ്ടായിരുന്നു. ഒത്തിരി എനിക്കിങ്ങനെ മെസ്സേജ് എപ്പോഴും അറ്റൻഡ് ചെയ്യാനും അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനും പറ്റിക്കൊണ്ടിരുന്നില്ല കേട്ടോ. അതൊരു വലിയ, ഇപ്പം അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. അത്രയ്ക്കും മെസ്സേജും നമുക്ക് ഒരിക്കലും അപ്പടി അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി അന്ന്. അങ്ങനെ ഒത്തിരി ഓൺലൈനിൽ അബദ്ധം പറ്റിപ്പോയി. ഒത്തിരി കസ്റ്റമേഴ്സായിരുന്നു പുറത്തുനിന്നും, അമേരിക്കയിൽ നിന്നും, ഇവിടെ നിന്നും, അവിടെ നിന്നും
NRIക്കാർ ഒത്തിരി പേരും ഇവിടെ ഉള്ളവരും എന്തോരം പേര് ആലപ്പുഴയിൽ നിന്നൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന എൻ്റെ യേശു എനിക്കറിയാൻ പാടില്ല, എല്ലായിടവും ഉണ്ടായിരുന്നു. അടിപൊളി ലെമണല്ലോ. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തോ ഒരു സമയം മനുഷ്യനിരിക്കണം അല്ലേ. എന്ത് രസമുള്ള കളറാണ് ഇത്. ഉടുത്ത് കണ്ടു വരുമ്പോഴും എന്ത് ഭംഗിയാണെന്നറിയാം ആൾക്കാരെ കാണാൻ. ഈ വിലയ്ക്ക് ഒരു 5000 രൂപയുടെ സാരി ഉടുക്കണതിൻ്റെ ഗമ കിട്ടും കേട്ടോ ഇത് ഉടുത്ത് കണ്ടാൽ. പിന്നെ ഒരു കാലത്തും പോവില്ല. ഇതിങ്ങനെ ഒറ്റ ഉടുക്കലിന് സോഫ്റ്റ് ആവും. അതെല്ലാം നിങ്ങൾക്ക് സോഫ്റ്റ് ആണെങ്കിൽ നനച്ചിട്ട് കൊടുത്താലും മതി. ഇത് അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർച്ച് ചെയ്യും. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യണമെന്നല്ലേ ഫ്രെയിമിലിട്ട്. അപ്പോൾ ഭയങ്കര ഒതുങ്ങി സോഫ്റ്റ് ആവില്ല. എന്നിട്ട് തേച്ച് കിട്ടണതാണ്. എന്നിട്ടാണ് ഈ 1199 രൂപ. അപ്പോൾ ഒറിജിനൽ അവർക്ക് എന്ത് കിട്ടണ്ടല്ലേ. നല്ല മെറ്റീരിയലാണ് ബേബി സിൽക്ക്. ഒത്തിരി കളേഴ്സ് ഉണ്ട്. അതിൻ്റെ കെട്ട് പൊട്ടിച്ച് ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് കിട്ടി. നല്ല കളേഴ്സ് അല്ലേ. സഫയർ ഗ്രീൻ അടിപൊളി. ഇതേ പ്ലെയിൻ ബ്ലൗസ് പീസിലെ വർക്ക്. യെല്ലോ നല്ല സാരികളാണ്. പെട്ടെന്ന് എടുത്തു. ബ്ലൗസ് പീസ് ഇങ്ങനെ ഗ്രാൻഡാട്ടോ. ആർക്ക് കൊടുത്താലും ഒരു നഷ്ടവും ഇല്ല. കുറേ കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തോ. കുറേ കഴിയുമ്പോൾ നമുക്ക് ചുരിദാറ്, ഷോള്, ഫ്രോക്ക് ഈ 1199 മുടക്കുള്ളതിലും ഒരു കാലത്ത് നഷ്ടം വരില്ല. ഇത് രസം. അതിൻ്റെ കളേഴ്സ്. എനിക്ക് പണ്ട് കുഞ്ഞായിരുന്നപ്പം 3ലോ 4ലോ പഠിക്കുമ്പോൾ ഈ കളർ ബ്ലൗസ് തിളക്കമുള്ളതുകൊണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഉള്ള ഡ്രസ്സിൻ്റെ കളർ എനിക്കറിയാം. 10ാം ക്ലാസ്, +2, കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ വലിയ ഓർമ്മയില്ല. ഇങ്ങനെ എല്ലാ സ്കേർട്ടും ബ്ലൗസിൻ്റെ ഒക്കെ കളർ ഓർമ്മയുണ്ട്. ആകെ 1-2 ജോഡിയല്ലേ. ഇപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഓർക്കാൻ പറ്റുമോ? ഇതിൻ്റെ പ്രിൻ്റുകൾ പോലും ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് കണ്ട എന്തൊരു ഭംഗിയില്ലേ. ഗ്രീൻ അടിപൊളി കളർ. എന്നാന്ന് വെച്ചാൽ ഞാൻ ആ ബ്ലൗസ് പീസ് തയ്ക്കുന്നതിന് മുമ്പ് ചുമ്മാ നോക്കിയിരിക്കുമായിരുന്നു. കുറേ ഈ തിളക്കമൊക്കെ കണ്ട. എനിക്ക് ഇവിടെ വേറൊരു കളറോടെ ഉണ്ടായിരുന്നു. അതിനന്ന് മറന്നുപോയി. ഞാൻ അമ്മ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്നെ കാണാൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ 2 മാസത്തെ വെക്കേഷന് പോയാൽ ഞാൻ തിരിച്ചു വരില്ല. എന്നെ കൊന്നാൻ വരില്ല. എൻ്റെ അമ്മയും ചാച്ചനൊക്കെ കാണാൻ വന്നാൽ ഞാൻ ഇറങ്ങിച്ചെല്ലുമില്ല. എനിക്ക് അവരെ കാണുന്നൊന്നുമില്ല. എൻ്റെ അമ്മ വീട് എൻ്റെ സ്വർഗ്ഗമായിരുന്നു. അയ്യോ, എൻ്റെ അമ്മ വീട് പിറവം കക്കാട. പുഴയുടെ തീരവും ചാട്ടന്മാർ ചിലോട്ട എന്ത് രസമാണെന്നറിയാമോ. എൻ്റെ പൊന്നെ നല്ല ബ്ലൂ നിറച്ച് ഡിസൈൻ. പണ്ട് എല്ലാവർക്കും അമ്മ വീട് ഒരു സ്വർഗ്ഗമായിരുന്നല്ലേ. ആരും അമ്മ വീട്ടിൽ പോകാറ് പോകില്ല അല്ലേ. പിള്ളേരൊന്നും അമ്മ വീട്ടിൽ പോവുകയില്ല. ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ വീട് സ്വർഗ്ഗം. അത് ദൈവത്തിൻ്റെ കൃപ. എല്ലാവർക്കും അവനവൻ്റെ വീട് ദൈവം സ്വർഗ്ഗമായിട്ട് കിട്ടിയിട്ടല്ല പിള്ളേർ അവിടുന്ന് പോകാത്ത. എൻ്റെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ പലഹാരം ഞാൻ തിന്നണം. വീട്ടിലിങ്ങനെ വന്ന് അമ്മച്ചുണ്ടാക്കല എപ്പോഴും റസ്കും ചായയും ഞങ്ങളുടെ രാവിലത്തെ ഫുഡ്. അമ്മച്ചിക്ക് ഒത്തിരി കൃഷിക്കാരിയാണ്. ഒത്തിരി കൃഷിപ്പണിയുണ്ട്. കൃഷി ഭയങ്കര സംഭവമാണ്. അമ്മ വീട്ടിലാണെങ്കിൽ ഉണ്ട, അച്ചപ്പം. അമ്മയുടെ അനിയത്തീനെ പെണ്ണ് കാണാൻ എപ്പോഴും വരും. ആൻറ്റി ഇങ്ങനെ എപ്പോഴും ചെറുക്കന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഒത്തിരി ചെറുക്കന്മാർ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും പലഹാരം കാണും. അതിങ്ങനെ തരുമൊന്നുമില്ല. എന്തോ ഒരു കരഞ്ഞാൽ ഇച്ചിരി ഒരച്ചപ്പവും ഒരു ഉണ്ടയൊക്കെ കിട്ടണമെന്നറിയാമോ. ഒരു ദിവസം 2 കഷ്ണം കിട്ടാൻ. എന്ത് രസമുള്ള കളർ. ആഷിൻ്റെ ഓർമ്മയുള്ളോ. അടിപൊളിയായിട്ട്. ഞാൻ വർത്താനത്തിൽ പറയണ്ടല്ലോ, നിങ്ങളിതൊക്കെ നോക്കണേ. ഗോൾഡൻ കളർ. അടിപൊളി. ഓ, ഇത് ഒത്തിരി കാലമായിട്ടോ കാണിച്ചിട്ട്. അത് കാരണം പെട്ടെന്ന് എല്ലാവരും എടുക്കും കേട്ടോ. പെട്ടെന്ന് എടുത്തു. എപ്പോഴും ഇവിടെ വരുന്നവരും ഇത് തിരക്കണ സംഭവം. ഇത് നിങ്ങൾക്ക് മുന്താണിയിൽ വർക്ക് നോക്കിക്കും. പിന്നെ എന്ത് രസമല്ലേ. ഒരു ഹാൻഡ് വർക്ക്. നല്ല എൻ്റെ അമ്മോ,
അവർക്ക് കണ്ണടച്ച് ഹാൻഡ് വർക്ക് ചെയ്യായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കണ്ണടച്ച് പിടിച്ചാലും ചെയ്യായിരിക്കും. കാരണം ദൂരം അല്ലെങ്കിൽ ഇങ്ങനെ ദൂരം സ്പീഡിൽ ചെയ്തിട്ടായിരിക്കും. ഈ സാരി പണ്ട് നമ്മൾ കൊണ്ടുവന്ന അന്ന് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇതൊരു വേറെ സൈസ് മോഡൽ. എത്രയാ? മുന്താണിയെ മാത്രം ഇങ്ങനെ എംബ്രോയ്ഡറി, ഉള്ളിലപ്പടി എംബ്രോയ്ഡറി, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി, പ്ലെയിൻ ബ്ലൗസ് പീസ്. സെയിം റണ്ണിങ് തന്നെയല്ലേ ബ്ലൗസ് പീസ്? സെയിം റണ്ണിങ് തന്നെ ബ്ലൗസ് പീസ്. വൈറ്റ് ബ്ലൗസ് തന്നെ ഇട്ടാൽ ഭയങ്കര ഗ്രാൻഡായിരിക്കും. 699. വലിയ നെള്ളും അടിക്കില്ല. ഈ വിലയ്ക്ക് സാരി നല്ലതാട്ടോ. 699. സൂപ്പർ സംഭവമാണ്. 699. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ പ്ലെയിൻ ബ്ലൗസ് പീസും ആണേ. വൈറ്റ് ബ്ലൗസ് ഉള്ളവർക്ക് ഗ്രാൻഡ് സാരി, നല്ല കൂളിങ്ങും. ലിനൻ സാരിയുടെ ഒക്കെ കുറഞ്ഞത് സെമി ലിനൻ എന്ന് പറയാം. അല്ല, ഗ്രീൻ സിൽക്കിൻ്റെ, സോറി ലിനൻ അല്ല, ഗ്രീൻ സിൽക്ക് സാരിയുടെ നല്ല കളർ കോമ്പിനേഷനുകളും ആട്ടോ. പേടിൻ്റെ മാലയൊക്കെ ഉണ്ട്, സൂപ്പർ. വില നോക്കണ്ട, നല്ല ഗ്രാൻഡായിട്ടിരിക്കും. എല്ലാ സാരിയും കാണിച്ച എല്ലാം നല്ല സാരികളാട്ടോ. പെട്ടെന്ന് എടുത്തു. അടിപൊളി സാരികളാണ്. പെട്ടെന്ന് അത് കാരണം എടുത്തോട്ടോ. ശരി എന്നാൽ ഇനിയുണ്ട്, നിൽക്കല്ലേ നില ഇല്ല. കോട്ടൺ സാരി ഉണ്ട്. കപ്പടി മടക്കി എന്താ ബ്ലൗസ് പീസ് ഏതാ? ഇങ്ങനെ ബാക്കി കളർ ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. ഇവിടുത്തെ മടക്കാനൊക്കെ പാടണം. എന്താ ഭംഗിയില് കോട്ടൺ സാരി, പ്യുവർ കോട്ടൺ. ബ്ലൗസ് ഇസ് ടൈ ആൻഡ് ഡൈ. എത്രയാ? 499 രൂപയുള്ളൂ. ഇതിൻ്റെ ഇച്ചിരി ഡിഫറെൻ്റ് ഡിസൈൻ നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതല്ലേ. നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ. അത് റീസ്റ്റോക്കൊക്കെ വരുത്തി കൊടുത്താറുണ്ട്. ശരിയൊരു വ്യത്യാസമുള്ള പ്രിൻ്റ്. അതിൻ്റെ വേറെ ഡിസൈനുകൾ കോട്ടൺ ആയത് കാരണം ഇവിടുത്താത്ത കേട്ടോ. നല്ലതാണ്. 499. എല്ലാവരും ഇടത്തിയത് മാത്രം നോക്കരുത് കേട്ടോ. ഇതെല്ലാം വെറൈറ്റി കളറാട്ടോ. അതൊരു കളറേ കാണുള്ളൂ. ഇത് 499. അതേ, രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത്. സൂപ്പർ 2 സ്കീമുണ്ട്. ഒരു സ്കീമിൽ കൂടെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, എന്തെങ്കിലും ആകട്ടെ, ഒരു സ്കീമിൽ കൂടിക്കും. അത് നിങ്ങൾക്ക് യേശുമ്പരാനൊരു വലിയ അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങൾ കൂടുന്ന എനിക്കും ഒരു അനുഗ്രഹമായി മാറും. എന്തോരം ലിബറലൈസ് ചെയ്താണ് നമ്മളെ സ്കീം ഉണ്ടാക്കിയേക്കണമെന്ന് പറയാം. കാരണം ഞാൻ സ്കീമിൽ കൂടി ഒത്തിരി എനിക്കിങ്ങനെ എടുക്കാൻ ചെല്ലുമ്പോഴുള്ള ഇറിറ്റേഷനുകളും ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറ്റി ഒത്തിരി മനോഹരമായിട്ടാണ് നമ്മൾ 2 സ്കീമും വെച്ചേക്കണേ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ കടയായത് കാരണം ഇങ്ങനെ ആൾക്കാർക്ക് കടയായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ വേണ്ടി. അത് കാരണം ഒത്തിരി പേര് കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം 100 ബുക്ക് അടിച്ച് തീർന്ന് അടുത്ത ബുക്ക് കൂടെ നമ്മൾ ഇറക്കി. അപ്പോൾ എല്ലാവരും സ്കീമിൽ കൂടുക. ഒരു സഹകരണം. യേശുമ്പരാൻ നിങ്ങളെ ഈ ക്ഷാമകാലത്ത് ഞങ്ങളെ യേശുമ്പരാൻ നിങ്ങളെ ക്ഷേമത്തോടുകൂടി ഞങ്ങളെ കൊണ്ടുനടക്കണ ദൈവജനായ നിങ്ങളെ കൊണ്ടാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.